നമുക്ക് എപ്പോഴും നമുക്ക് റീഡിങ് ഭയങ്കര ഒരു ചില സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടായി തോന്നാറുണ്ട് നമുക്ക്. പക്ഷെ നമുക്കിപ്പോ എന്താ ചെയ്യുന്നത്, നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കുറെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റീഡിങ് എളുപ്പമായിട്ട് മാറും. അതാണ് ഒരു മിനിറ്റ്, ഒന്ന് സിമി തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. സിമി അത് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് റീഡിങ്ങിന്റെ നമുക്ക് ആദ്യം റീഡിങ്ങിന്റെ ഒരു തിയറി പാർട്ട് പഠിക്കാം. പിന്നെ നമുക്ക് റീഡിങ്ങിന്റെ അകത്തോടെ പോയിട്ട് ഓരോ റീഡിങ് നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുള്ളത്. ഇപ്പൊ ചെയ്യണ്ട, പതുക്കെ 2 ദിവസം കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു വീക്കിൽ നമുക്ക് റീഡിങ് തീർക്കാം. നമുക്ക് റീഡിങ്ങും അതിന്റെ ഗ്രാമറിന്റെ അതുകൊണ്ട് നമുക്ക് തീർക്കാം. അതാണ് എന്റെ പ്ലാൻ. ഓക്കെ, അപ്പൊ റീഡിങ് നമുക്ക് ചുമ്മാ ഇതിലൊന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കാം. റീഡിങ് ഈസ് ദ ഹാർഡസ്റ്റ് തിയറിയാണ്, ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് മതി. റീഡിങ് ഈസ് ദ ഹാർഡസ്റ്റ് സെക്ഷൻ അക്കാദമിക് മൊഡ്യൂൾ ആൻഡ് എക്സാമിനേഷൻ, ബട്ട് ഇഫ് യു പ്രാക്ടീസ് ടു റീഡ്, if you have good idea about the questions and pattern, how to approach them, solve correctly, you will hit the target. അതാണ് ബേസിക് തിങ് ഫോർ റീഡിങ്. നമുക്ക് എപ്പോഴും സംഭവം നമുക്ക് ഗുഡ് ഐഡിയ അബൌട്ട് ദ ക്വസ്റ്റ്യൻസ്. അപ്പൊ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ആൻഡ് ഹൗ ടു അപ്രോച്ച് ദം, സോൾവ് കറക്റ്റ്ലി. അപ്പൊ ഇതിന്റെ അകത്ത് പറയുമ്പോൾ നമുക്ക് റീഡിങ് നടത്തുമ്പോൾ ആ ക്വസ്റ്റ്യൻസിന് ചെയ്യുന്ന ആ ഒരു മെത്തേഡിന്റെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി. അപ്പൊ അതിന് കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഓക്കെ, യു മേ യൂസ് ദ ടെക്നിക് സ്പീഡ് റീഡിങ് വിച്ച് ആർ അവൈലബിൾ ഓൺ ഇന്റർനെറ്റ്, ബട്ട് റിമെമ്പർ യു ഹാവ് ടു സ്കിം വിത്ത് ഗുഡ് കോംപ്രിഹെൻഷൻ ബിക്കോസ് the questions are much weird. Don't read or skim the passage at once because you will lose time. At the same time, too many informations will make you congestion in your head like traffic jam on the road. Basically in the സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റീഡിങ് ചെയ്യുമ്പോൾ നമ്മൾ എക്സാക്ട്ലി സ്കിം ആൻഡ് എന്താ പറയുക ആ ഒരു മെത്തേഡ് അല്ല ഉപയോഗിക്കുക. നമ്മൾ ജസ്റ്റ് യൂഷ്വൽ പോലെ നമ്മൾ റീഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ us. അതുപോലെ ഇവിടെ ശ്രദ്ധിക്കുക, സെയിം ടൈം ഇതിനകത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പൊ റീഡിങ്ങിന്റെ പാരഗ്രാഫിന്റെ അകത്തുനിന്ന് അതിന്റെ അകത്ത് അവര് ഈ സംഭവങ്ങൾ ഇതിന്റെ അകത്തുനിന്ന് ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ ഈ ഇൻഫർമേഷൻസ് എല്ലാം കുത്തിയറിച്ച് നമ്മളെ കൺഫ്യൂസ്ഡ് ആകാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച സംഭവം. ബേസിക്കലി അത്ര പറയുന്നത്. Another important fact I this passage, you will find a lot of very big sentences and you may confuse with its comprehension. ഇതാണ് വേറെ കാര്യം ചെയ്തിരിക്കുന്നത്. അവര് എന്താ പറഞ്ഞ ഈ ഡിപ്പെൻഡന്റ് ക്ലോസ് എല്ലാം കൂടി ആഡ് ചെയ്ത് അവര് വലിയ സെന്റൻസ് ഉണ്ടാക്കി വെക്കും. വലിയ സെന്റൻസ് ഉണ്ടാക്കി വെക്കുമ്പോൾ ഒരു സെന്റൻസില് ബേസിക്കലി ഒരു ഐഡിയ പാടുള്ളൂ. പക്ഷെ ഒരു ഐഡിയയും അതിന് ചുറ്റുപുറമുള്ള എല്ലാ ഐഡിയകളും ചേർത്ത് വലിയ സെന്റൻസ് ഉണ്ടാക്കി വെക്കും. അപ്പൊ നമുക്ക് അത് സ്വാഭാവികമായി നമ്മൾ കാണുന്നതാണ്. ഇൻ ദാറ്റ് കേസ് ഇറ്റ് ഈസ് ബെറ്റർ ടു റീഡ് പാർട്ട് ബൈ പാർട്ട് ആൻഡ് കോംപ്രിഹെൻഡ് ഇറ്റ്. വലിയ സെന്റൻസുകളൊക്കെ നമുക്ക് മുറിച്ച് വായിച്ചു പോവുകയാണെങ്കിൽ അത് കോംപ്രിഹെൻഡ് ചെയ്യുന്നത്. ഡു നോട്ട് ട്രൈ ടു understand word by word, it will confuse you. അതാണ് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് നമ്മൾ റീഡിങ് പാസേജ് എടുത്ത ഇപ്പൊ നമ്മളൊരു ബുക്ക് എടുക്കാൻ നമ്മൾ വായിക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു വാക്കിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ നമ്മൾ 1 മിനിറ്റ് അവർ സ്റ്റക്കായിട്ട് നിൽക്കും. നമുക്ക് ആ വാക്കിന്റെ അർത്ഥം അറിയില്ല. പക്ഷെ ആ സെന്റൻസിന്റെ അകത്തുനിന്നും ആ ഏരിയയുടെ അകത്തുനിന്നും അതിന് മുമ്പുള്ള സെന്റൻസിനും പിമ്പുള്ള സെന്റൻസിനുള്ള ആ ഒരു മൊത്തം അർത്ഥം എടുക്കാൻ നമ്മൾ നോക്കേണ്ടത്. ഓൾവേസ് അതായത് റീഡിങ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും പാരഫ്രേസ് ആയിരിക്കും. കാരണം ആൻസറിൽ നിന്നല്ല ഉത്തരം ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ.
അവിടെ ഉത്തരം ആരോ എഴുതി വെച്ചൊരു ഉത്തരം, അത് ഏതോ ഇന്റർനെറ്റിലോ അല്ലെങ്കിൽ നേച്ചർ മാഗസിനിലോ അല്ലെങ്കിൽ ടൈംസ് മാഗസിനിലോ പബ്ലിഷ് ചെയ്ത സംഭവം അവർ എടുത്തു വെച്ചിട്ട് അതിന്റെ അകത്താണ് അവർ ചോദ്യം ഉണ്ടാക്കിക്കണേ. അങ്ങനെ ചോദ്യം ഉണ്ടാക്കാതിരിക്കുമ്പോ അവര് തീർച്ചയായിട്ടും അവര് ആ സെയിം ചോദ്യം കൊടുത്തിട്ടുണ്ടാവില്ല, അവിടെ കംപ്ലീറ്റ് പാരാഫ്രൈസ് ചെയ്തിട്ടുണ്ടാവും. Better you try to comprehend group of words. You may find. സിമി കേക്കാവോ സിമി? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ആ റീഡിങ്ങിന്റെ ഒരു സെക്ഷൻ പതുക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, കാണാൻ പാടില്ല. അപ്പൊ ഡു നോട്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വേർഡ് ബൈ വേർഡ്. അപ്പൊ റീഡിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം വേർഡ് ബൈ വേർഡ് നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ അങ്ങനെ തറവിലേക്ക് പോകരുത്. It will confuse you. Okay, to try to comprehend the information without knowing these words, for this learn sentence structure. Try to learn the sentence structure. Learn nouns pre-modifier. അത് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഡിറ്റർമിനേഷൻ adjectives. adjectives എന്നാ നമ്മൾ പഠിച്ചു. നൗൺ ചുറ്റിപ്പറ്റുന്ന സംഭവം adjectives നമ്മൾ കണ്ടിട്ടുണ്ട്. പോസ്റ്റ് മോഡിഫയർ വിത്ത് എ സെന്റൻസ് കോമ്പിനേഷൻ. എക്സാമ്പിൾ: who, which, that, whose, what, and, but, though, yet, because, ing word to verb. ഈ സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണത്? ഈ സംഭവം ഈ ഹൂ വെച്ച് ദാറ്റ് ചേർത്തുമ്പോൾ എന്താ ഉണ്ടാക്കണേ? ഡിപ്പെൻഡന്റ് ക്ലോസ് ഉണ്ടാക്കണേ. അത് നൗൺ ക്ലോസ് ആവാം, അഡ്ജക്റ്റീവ് ക്ലോസ് ആവാം, അഡ്വർബ് ക്ലോസ് ആവാം. എന്താണ് നൗൺ ക്ലോസ്, എന്താണ് അഡ്ജക്റ്റീവ് ക്ലോസ്, എന്താണ് അഡ്വർബ്? ഒന്നുമില്ല. അതായത് നമ്മുടെ ബേസിക് സെന്റൻസിന്റെ സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസും ഒരു ഡിപ്പെൻഡന്റ് ക്ലോസും കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ കോംബോ സെന്റൻസ് എന്ന് പറയും. ഈ ഡിപ്പെൻഡന്റ് ക്ലോസിനെ 3 രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് നൗൺ ക്ലോസ്, നൗൺ സെന്റൻസുകള്. 2 അഡ്ജക്റ്റീവ് സെന്റൻസുകള്. 3 അഡ്വർബ് സെന്റൻസുകള്. അപ്പൊ ഡിപ്പെൻഡന്റ് ക്ലോസിന്റെ അകത്ത് വരുന്നതാണ് നൗൺ ക്ലോസും അഡ്ജക്റ്റീവ് ക്ലോസും അഡ്വർബ് ക്ലോസും. അഡ്വർബ് ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ അർത്ഥം കേട്ടോ. ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ്. അപ്പോ ഇൻഡിപെൻഡന്റ് സെന്റൻസ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു സിമ്പിൾ സെന്റൻസും ഒരു ഡിപ്പെൻഡന്റ് ആയ സെന്റൻസും, അതായത് ഒരു സ്വന്തമായി നിലനിൽക്കാൻ കഴിയാത്ത സെന്റൻസും കൂടെ കൂടിയതാണ് കോംബോ സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. By to understand fraction by fraction, comprehend the whole sentence. Just practice and you can easily break down big sentence to comprehend properly. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഈ 3 ടെക്നിക്ക് നമ്മൾ ചെയ്തിരിക്കണം: റീഡിങ്, സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്. നമ്മൾ സാധാരണ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ആലോചിക്കുക, അതായത് നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ 3 കാര്യം ചെയ്യാറുണ്ട്. അതിന് ഇങ്ങനെ വാക്ക് ഓർത്ത് വലുതായി നമ്മൾ, അതായത് ഇപ്പൊ നമ്മള് പരീക്ഷയ്ക്ക് പഠിക്കാതിരിക്കുമെന്ന് വെച്ചോ. പരീക്ഷയ്ക്ക് പഠിക്കാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ സാധനം സ്കാൻ ചെയ്ത് പഠിക്കും. അതായത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം മുതൽ അവസാനം വരെ ക്വസ്റ്റിന്റെ ആൻസറും ആ ഡീറ്റെയിൽ എല്ലാം കൂടെ പഠിക്കും. അതിനാണ് സ്കാൻ ചെയ്ത് പഠിക്കുന്നത് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവം അത് സ്കാൻ ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് അത് അങ്ങനെയാണ് ഇതെങ്ങനെയാണ് സംഭവം നമുക്ക് ഒരുപാട് സമയം നമ്മൾ പഠിക്കും. ഈ സെയിം പഠിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ബാഡ് ഹാബിറ്റ് ആണ് എല്ലാവർക്കും ചെയ്ത സംഭവമാണ്. നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് കയറാനിരിക്കുന്ന തൊട്ട് മുമ്പ് നമ്മുടെ കയ്യിൽ എല്ലാവരും കയ്യിൽ കുറച്ച് ബുക്ക് ഉണ്ടാവും. നമ്മുടെ കയ്യിൽ നമ്മളെല്ലാം പഠിച്ചിട്ട് വന്നെങ്കിൽ നമ്മുടെ ബുക്ക് ചെയ്ത് നമുക്കൊരു ആങ്സൈറ്റി ഉണ്ടാവും. പക്ഷെ ഈ പരീക്ഷാ ഹാളിലേക്ക് കയറണം 5 മിനിറ്റ് സമയം നമുക്ക് കയറാനുണ്ട്. പക്ഷെ 5 മിനിറ്റ് സമയം എന്താ ചെയ്യണേ? നമ്മൾ ഓടിച്ച് ആ സംഭവത്തിന്റെ ഹെഡിങ്സ് മാത്രം നോക്കി, ഓക്കെ ഇതെങ്ങനെ, ഓക്കെ മനസ്സിലായി, ഓക്കെ ഇത് ഓർമ്മ, ഓക്കെ ഫൈൻ, ഓക്കെ. അത് നമ്മൾ സ്കിം ചെയ്യണം. സോ വി നോ ഹൗ ടു സ്കിം ആൻഡ് ഹൗ ടു സ്കാൻ. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സംഭവം അത്. അപ്പൊ സ്കിം ചെയ്ത് പറയുമ്പോൾ നമ്മൾ സ്കിം ചെയ്യുമ്പോൾ എന്താ ചെയ്യണേ? ഇപ്പൊ ഞാൻ സ്കിം ചെയ്യുകയാണെങ്കിൽ ഞാൻ ആദ്യം എന്റെ മെയിൻ ഹെഡിങ്ങിൽ പോകും, പിന്നെ എന്റെ സബ് ഹെഡിങ്ങിൽ മാത്രം കടന്നു പോകും. സബ് ഹെഡിങ് കടന്നു പോയിട്ട് അതിന്റെ അകത്ത് എന്തെങ്കിലും ഒരാളുടെ പേര് എന്തെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേരിന്റെ അടിയിൽ അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ടാവും. ആ പേര് ഒന്നും വായിക്കും. അപ്പോ അത് സ്കിം ചെയ്ത് പോയി സാധനം ഞാൻ ടെമ്പററി മെമ്മറിയുടെ അകത്ത് കയറി അപ്പൊ തന്നെ അത് എഴുതി വെക്കണം. സ്കാൻ ചെയ്ത് പഠിക്കുന്നപ്പോഴാണ്, അതായത് നമ്മളിപ്പോ 2 മാസം നമ്മൾ ഇങ്ങനെ ചിന്തിക്കാൻ, അതായത് അടുത്ത 10-ാം തീയതി പരീക്ഷ, അപ്പൊ ഇന്ന് മുതൽ എനിക്ക് സ്റ്റഡി ലീവാ. സ്റ്റഡി സമയത്ത് പഠിക്കുന്നതെല്ലാം സ്കാനിങ് പുറത്താണ്. നമ്മളപ്പോ ആ ഒരു മെന്റാലിറ്റി ചിന്തിക്കപ്പോ കേട്ടോ. അപ്പൊ റീഡിങ് ഗോ ത്രൂ ദ സെന്റൻസ് ബൈ ഫൈൻഡ് എ റിക്വയർഡ് ഇൻഫർമേഷൻ ദെയർ. The method of comprehend sentences properly. It is much slower.
however practice by reading considerably. അപ്പൊ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് എങ്ങനെ ഈ സ്കില്ല് വളർത്തിയെടുക്കാം. അതായത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മളിപ്പോ ടെസ്കോയിൽ പോവാണെങ്കിൽ ഒരു ബുക്ക് വാങ്ങിച്ചുകൊണ്ട് വരിക. ചെറിയ ബുക്ക് എന്തിനു മാക്സിമം മതി. ഈ മാഗസിന്റെ അകത്തോടെ വെറുതെ നമ്മൾ വായിച്ചു നോക്കുക. വെറുതെ അതായത് വായിക്കുമ്പോൾ 2 കാര്യം ശ്രദ്ധിച്ച് വായിക്കുക. അതായത് ഇത് വായിക്കുന്നത് ഒരിക്കലും നമ്മുടെ ആ മാഗസിനിലുള്ള കാര്യം അറിയാൻ വേണ്ടി നമ്മൾ വായിക്കരുത്. ഇപ്പൊ നമ്മുടെ മാഗസിൻ കാര്യം അറിയാൻ വേണ്ടി വായിക്കരുത്. നമ്മൾ ഇന്നൊരു വായിക്കാത്ത ഒരു മാഗസിൻ ആണെങ്കിൽ ആ മാഗസിൻ എടുത്തിട്ട് നമ്മുടെ മനസ്സിൽ ആദ്യം പറയുക, ഐ എം ഗോയിങ് ടു പ്രാക്ടീസ് സ്കാനിങ് ആൻഡ് സ്കിമ്മിങ്. നമ്മൾ ഓടിച്ച് ആദ്യം തന്നെ ആ മാഗസിന്റെ ആദ്യം അവസാനം ഓടിച്ച് നോക്കുക. അപ്പൊ നമുക്ക് എന്തെല്ലാം നോളജ് കിട്ടി. അത് കഴിഞ്ഞാൽ മാക്സിമം വെറുതെ ഇരുന്ന് വായിച്ചു നോക്കുക. സോ ഈ ഒരു സ്കില്ല് നമുക്ക് വെറുതെ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ഫ്രീ ടൈമിൽ. കാരണം നമുക്ക് ചിലപ്പം വർക്ക് ചെയ്യണം. ബേസിക് നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ഇൻഫർമേഷൻ ആയിട്ട് കാര്യമില്ല. ബട്ട് വി ആർ പ്രാക്ടീസിങ് ഹൗ ടു സ്കിം ആൻഡ് സ്കാൻ. Skimming is going through the sentences by focusing your attention on the main words, only ignoring the auxiliary verbs. Articles to understand information idea quickly. എന്താണ് ഓക്സിലറി വെർബ്സ്, എന്താണ് ആർട്ടിക്കിൾ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്സിലറി വെർബ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറ്റൊരു പേരുന്നുണ്ട്, ഹെൽപ്പിംഗ് വെർബ്സ്. ഹെൽപ്പിംഗ് വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഹെൽപ്പിംഗ് വെർബ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മുടെ അതിലുള്ള ഹെൽപ്പിംഗ് വെർബ് എന്നിട്ടൊക്കെയാ നമുക്കറിയാം. ബിയുടെ ഡിഫറെന്റ് ഫോംസ് എന്നിട്ടാ ഈസ്, ആം, ആർ, വാസ്, വെയർ, ബീയിങ്, അതെല്ലാം ബിയുടെ ഡിഫറെന്റ് ഫോം. ബി. അടുത്ത ഓക്സിലറി വെർബ് എന്നിട്ടോ ഡു, ഡിഡ്, വിൽ ഡു. പിന്നെ അടുത്തോ ഹാവ്, ഹാഡ്. പിന്നെ അടുത്തോ ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഷാൾ, ഷുഡ്, ഓട്ട്, ടു, ബ്ലാ. വേറെ 2-3 ഉണ്ട്, നമുക്ക് അതിലേക്കൊന്നും പോകണം. നമുക്ക് ഇത്രയും മതി. ഇത്രയും ഓക്സിലറി വെർബ്സ് എന്തിനു ഉപയോഗിക്കണം? നമ്മള് ഓക്സിലറി വെർബ്സ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ കണ്ട വെർബ്സ് ഹെൽപ്പിംഗ് വെർബ്സ് എന്ന് പറയും. ഈ ഹെൽപ്പിംഗ് വെർബ്സ് എന്തിനാ മെയിൻ ആയിട്ട് ഉപയോഗിക്കണേ? 1 ചോദ്യങ്ങൾ ചോദിക്കാൻ, 2 നെഗറ്റീവ് ആൻസർ പറയാൻ, 3ാമത്തെ ഉപയോഗം കൂടി ഉണ്ട്. എന്താണ്? ടെൻസസ് ഉണ്ടാക്കാൻ. അല്ലെ? ഈസ് ഗോയിങ് ടു, ടെൻസസ് ഉണ്ടാക്കാൻ. 3 കാര്യങ്ങൾക്കാണ് മെയിൻ ആയിട്ടും ഓക്സിലറി വെർബ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവരിവിടെ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ശരിയാണത്. നമുക്ക് ഇത് നമുക്ക് ശരിയാന്ന് പറയാൻ പറ്റും. അതായത് ഇഗ്നോറിങ് ഓക്സിലറി വെർബ്സ്. അപ്പൊ അതിന്റെ അകത്ത് മെയിൻ വെർബിന്റെ അകത്തേക്ക് മാത്രം നോക്കി പോയാൽ മതി. ഈസ് ഗോയിങ്, ആ ഗോയിലേക്ക് മാത്രം നോക്കിയാൽ മതി. വാസ് ടീച്ചിങ്, ആ ടീച്ചിലേക്ക് മാത്രം നോക്കിയാൽ മതി. ഓക്കെ. ആർട്ടിക്കിൾസ് എ ആൻഡ് ഡി ടു അണ്ടർസ്റ്റാൻഡ് ദ ഇൻഫർമേഷൻ ഐഡിയ ക്വിക്ലി. It is much faster than reading, so helpful IL to save your time. അപ്പോ നമ്മൾ റീഡിങ്ങിന് പോയിക്കുമ്പോൾ നമ്മൾ ആരെയാ ബീറ്റ് ചെയ്യാൻ പോകണേ? എക്സാമിനറെ മാത്രമല്ല നമ്മൾ ബീറ്റ് ചെയ്യാൻ പോകണേ. വി ഹാവ് ടു ബീറ്റ് ടൈം as well. നമുക്ക് ടൈമും ആവശ്യമുണ്ട്. ടൈമിൽ നമ്മൾ ബീറ്റ് ചെയ്യണം. For IELTS you have to practice skimming with more than 70% of comprehension. അപ്പോ ചോദ്യങ്ങൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ള ആ സ്കില്ല് ആ ടൈമിന്റെ അകത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിമ്മിങ്ങിലും സ്കാനിങ്ങിലും നമ്മുടെ ആ സ്കില്ല് നമ്മൾ വളർത്തിയിട്ടിരിക്കണം. സ്കാനിങ് മീൻസ് ഗോയിങ് ത്രൂ ദ സെന്റൻസസ് വെരി ക്വിക്ലി വിത്തൗട്ട് എനി കോംപ്രിഹെൻഷൻ ടു ഫൈൻഡ് ഔട്ട് റിക്വയർഡ് കീ വേർഡ്സ് ഓർ ഫിഗർ. ആഫ്റ്റർ ഗെറ്റിംഗ് ദ കീ വേർഡ് you can read the required sentences or skim it to find out your answer. ഇവിടെയാണ് നമ്മൾ ട്രിക്ക് ചെയ്യുന്നത്. കീവേഡ്. കീവേഡ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ ആണ്. ചോദ്യത്തിലൊരു കീവേഡ് നമ്മൾ കണ്ടു. ചോദ്യത്തിൽ കണ്ട കീവേഡ് എന്ന് കിട്ടാ പശു, പക്ഷേ നമ്മുടെ ആൻസറിൽ നമ്മൾ ആ കീവേഡുമായിട്ട് പോകുമ്പോൾ നമ്മൾ എന്താ നോക്കി പോകണ്ടേ? ഒരിക്കലും പശുവിനെ നോക്കരുത്. ജേഴ്സി, അല്ലെങ്കിൽ കന്നുകാലി, അല്ലെങ്കിൽ എന്താ പറഞ്ഞ ആ 2 വാക്ക് നോക്കി പോവുള്ളൂ. കാരണം പാരാഫ്രേസ് ചെയ്തിട്ട്. അപ്പോ അവരാ കണ്ണിങ്ങായിട്ട് ചെയ്തു വെച്ച കാര്യം നമ്മൾ അതിലും കണ്ണിങ്ങായിട്ട് നോക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാവുക. അപ്പോ കീവേഡിന്റെ thus you do not need to read a lot of sentences and can save your time. റീഡിങ്ങിന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് save your time. Don't spend too much time on reading and again reading. അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ. എന്താണ് ഈ സ്കില്ല് ഉപയോഗിക്കാറ്? 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ബി പ്രാക്ടിക്കൽ. നമ്മൾ പ്രാക്ടിക്കൽ ആലോചിച്ച് നോക്കിയേ.
അതായത് നമ്മളിപ്പോ റീഡിങ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്, നമ്മൾ ചോദ്യം കണ്ടു, ആ ചോദ്യം പോയി നോക്കി, കണ്ടില്ല, ചോദ്യം അതിന്റെ ഉത്തരം കണ്ടില്ല, രണ്ടാമത്തെ ചോദ്യം നോക്കി, അതിന്റെ ഉത്തരം കണ്ടില്ല, മൂന്നാമത്തെ പോയി നോക്കി, ഉത്തരം കണ്ടില്ല, ഓട്ടോമാറ്റിക്കലി അവിടെ എന്താ സംഭവിക്കണേ? നമ്മുടെ ആങ്സൈറ്റി കൂടും അല്ലെ? ഓട്ടോമാറ്റിക് നമ്മൾ പതുക്കെ ബ്ലാങ്ക് ആയി തുടങ്ങും. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ ഈ തവണയും പോയി, അതുകൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ പൂർത്തിയായി, ഔട്ട്. അപ്പോ നമ്മുടെ നമ്മുടെ ആങ്സൈറ്റി കൂടുമ്പോൾ പിന്നെ വീണ്ടും നമുക്ക് വീണ്ടും നോക്കുന്നതെല്ലാം പിന്നെ റോങ് ആയിട്ട് തോന്നിയിരിക്കും. സോ ദിസ് ഈസ് ദ വേ വി ഹാവ് ടു കൺട്രോൾ ഇറ്റ്. General rules for IELTS reading. Concentrate yourself again. This is a very stressful section. You have to read the question and understand it, skim the test, comprehend it to find out the right answer. Skim the test. Now, skim like a brain to where don't worry. If we skim idea. Time management is a key factor to crush the target brand. Read the question instruction. It's very important idea. കാരണം നമ്മൾ എന്തിനാണ് ക്വസ്റ്റ്യൻ ഇൻസ്ട്രക്ഷൻ വായിക്കണേ? കാരണം നമുക്കറിയാം ഒരു സർട്ടൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെ വരുമെന്നറിയാം. അപ്പൊ ക്വസ്റ്റ്യന്റെ ഇൻസ്ട്രക്ഷൻ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ ക്ലിക്ക് ആകണം, ഓക്കെ ഞാൻ ഉപയോഗിക്കാൻ പോണ മെത്തേഡ് ഇന്ന മെത്തേഡ് വഴി ഞാൻ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് പഠിച്ചേക്കണേ, അതുകൊണ്ട് സെയിം മെത്തേഡ് ഉപയോഗിക്കണം. അപ്പോ എന്തിനാണ് ഇൻസ്ട്രക്ഷൻ വായിക്കണേ? വി ഹാവ് ടു ലേൺ, വി ഹാവ് ടു അപ്ലൈ വിച്ച് മെത്തേഡ് ദർ. നോക്കുക, മെയിൻറ്റെയിൻ ദ ക്വസ്റ്റ്യൻ ടൈം. For each question allocated 30 to 50 to 90 seconds. അതത്ര പറയേണ്ട കാര്യമില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. കാരണം നമ്മളിപ്പോൾ 90 സെക്കൻഡ് കൈ പിടിച്ച് നമുക്ക് നോക്കാനും പറ്റില്ല. വി ഹാവ് ടു ലിറ്റിൽ ബിറ്റ് ഓഫ് ചില നമ്മൾ 40 സെക്കൻഡ് കണ്ടുപിടിക്കും. ബട്ട് യുനോ നമ്മൾ ആ ഒരു ടൈമിന്റെ അകത്ത് that is not a practical one. Okay, depending on your complexity. If you find some question difficult to answer, just guess the answer and mark it to come back later on. ഇത് നമുക്ക് ചെയ്യാം. Guess the answer and come back later on. Do not sit back for more than 90 seconds for any question. Identify keywords. അതാണ് റീഡിങ്ങിന്റെ മറ്റൊരു ട്രിക്ക്. കീവേഡ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ജേഴ്സി, പശു എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. That contain the main idea of the question. This may be called the location marker. ഇത് നമ്മൾ ലൊക്കേഷൻ, കാരണം ആ കീവേഡുമായിട്ട് പോകുമ്പോഴാണ് അതിന്റെ അത് ജേഴ്സി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. As soon as you then find the out answer location of the passage. അപ്പോ ഇവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യം കേട്ടാ, ഈ കീവേഡ് കൊണ്ട് നമുക്ക് എന്താ ഗുണം? We are finding the location. Okay. Practice use the pencil point to skim the text or scan the location. That depends upon. I don't fully agree with that one. കാരണം നമ്മൾ ഡിഫറെന്റ് ആൾക്കാർ ഡിഫറെന്റ് വേസ് ആണ് നോക്കുന്നത്. But if you try that one, it's okay. Do not use your lip or tongue to read the schema. This will hold up the speed. അത് കറക്റ്റ് ആണ്. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധനം വായിച്ചുകൊണ്ട് പോകുമ്പോൾ സംഭവിക്കുക, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്പീഡ് കുറയും. അപ്പോ നമ്മുടെ അത് ഭയങ്കര ശരിയാണ് സംഭവം. നമ്മൾ ആരും ചെയ്യണമെന്ന് തോന്നല്ല. കാര്യം പറഞ്ഞാൽ വളരെ കുറച്ച് പിള്ളേരാണെങ്കിൽ വായിച്ചിട്ട് സാധനത്തിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പോകും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഓടിച്ച് നോക്കുക ചെയ്യണം. Break down large sentences into small parts and try to comprehend part by part. Try to break down at the sentence comment like that, which, what, when, ing verb. എന്താണ് ഉദ്ദേശിക്കുന്നത്? Break down the large sentences into small parts. Try to comprehend part by part. Try to break down to the sentence combine with that, which. അതായത് നമ്മൾ എങ്ങനെ ആലോചിക്കേ, ഈ ദാറ്റ്, വിച്ച്, വാട്ട്, വെൻ, ഈ സംഭവങ്ങളൊക്കെ ഏത് സെന്റൻസിന്റെ ആദ്യം വന്നെ? ഡിപ്പെൻഡന്റ് സെന്റൻസിന്റെ ആദ്യം വന്നെ അല്ലെ? അപ്പോ ഇൻഡിപെൻഡന്റ് സെന്റൻസും ഡിപ്പെൻഡന്റ് സെന്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെന്റൻസ് ബ്രേക്ക് ചെയ്യാം. അപ്പോ നമുക്ക് മെയിൻ ഐഡിയ അത് കഴിഞ്ഞിട്ട് വന്ന ദാറ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്, ഡിപ്പെൻഡന്റ് സെന്റൻസ് ആണ്. ഏത് ലോകത്താകും മൊത്തം 4 ടൈപ്പ് സെന്റൻസ്. സിമ്പിൾ സെന്റൻസ് ആവാം, കോമ്പൗണ്ട് ആവാം, കോംപ്ലക്സ് ആവാം, കോമ്പൗണ്ട് സെന്റൻസ് ആവാം മിക്കതും വരാൻ പോവുക. പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ ഇതിന്റെ അകത്ത് ഇരുന്ന് ഇതിന്റെ അകത്ത് അവർ കളിക്കും. ദാറ്റ് ഈസ് ഡിഫറെന്റ് ബോൾ ഗെയിം. അപ്പോ
ഇതിനകത്ത് എന്താണ് ബ്രേക്ക് ഡൗൺ എന്ന് ഉദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ ഡിപെൻഡന്റ് ക്ലോസുകളും ഇൻഡിപെൻഡന്റ് ക്ലോസുകളും ദാറ്റ് വെച്ച് ദാറ്റ് കഴിഞ്ഞിട്ട് വന്നപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ബൈക്കും ബാസ്കറ്റും നമ്മൾ വേർതിരിക്കാൻ പഠിക്കാം. നമ്മൾ ബാസ്കറ്റ് സെന്റൻസുകൾ വേറെയാണത്, ബൈക്ക് സെന്റൻസ് വേറെയാ. ബൈക്ക് സെന്റൻസ് കണ്ടുപിടിക്കാൻ അറിയാം ഓർ വാട്ട്, ഫ്രണ്ട് ടയർ, വാട്ട് അബൌട്ട് ഇറ്റ്, ബാക്ക് ടയർ, നടുക്ക് അല്ലെങ്കിൽ ബാക്ക് അല്ലെങ്കിൽ ഫ്രണ്ടില് ബാസ്കറ്റ് വന്നേക്കണം. ബാസ്കറ്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വാക്ക് നോട്ടാ ദാറ്റ്, വിച്ച്, വാട്ട്, വെൻ. ഈ ING വെർബ് ജെറണ്ട് നമ്മൾ ജെറണ്ട് പഠിക്കണം കേട്ടോ. In each passage contains an introduction, a body, a conclusion. Introduction of the first paragraph contains the main idea, theme of the passage. Last paragraph contains the conclusion. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും കോർ കാര്യം. ഓക്കെ, അതായത് എങ്ങനെയാണ് എസ് എഴുതേണ്ടത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമുക്ക് ഒരു ഇൻട്രഡക്ഷൻ വേണം, ഒരു മിഡിൽ പാരാഗ്രാഫ് വേണം, ഒരു കൺക്ലൂഷൻ വേണം. അപ്പോ എല്ലാ എസ്ഐക്കകത്തും, എല്ലാ റീഡിങ്ങിന്റെ എല്ലാ എസ്ഐക്കകത്തും ഈ ഒരു രീതിയിലാണ് അത് കട്ട് ചെയ്തിട്ടേക്കണേ. ആദ്യത്തെ സെന്റൻസ് മാത്രം എന്തായിരിക്കും? ടോപ്പിക് സെന്റൻസ്, പിന്നെ അതിന്റെ മെയിൻ പാരാഗ്രാഫ്, പിന്നെ അതിന്റെ കൺക്ലൂഷൻ അല്ലെ. അപ്പോ നമ്മൾ വായിച്ചു പോകേണ്ടതും ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഫിക്സ് ചെയ്ത് വായിക്കുക. അപ്പൊ ടോപ്പിക് സെന്റൻസിന്റെ അകത്ത് നമ്മളിപ്പോ ചെയ്തോ എന്താ എഴുതാൻ പോണേ? ആ സെന്റൻസിൽ വരാൻ പോകുന്ന കാര്യം എഴുതണം അല്ലെ. അത് കഴിഞ്ഞിട്ട് പോകുന്ന മിഡിൽ പാരാഗ്രാഫ് നമ്മൾ എന്താ? അതിന്റെ എക്സ്പ്ലനേഷൻ, അതിന്റെ കൺക്ലൂഷൻ അപ്പോ ടോപ്പിക് സെന്റൻസ് നോക്കിയാൽ അറിയാം ആ സാധനത്തിന്റെ അകത്ത് എന്താ വരാൻ പോകുന്നുള്ള വിവരം. നമ്മുടെ കയ്യിൽ കീവേഡ് കൊണ്ട് ടോപ്പിക് സെന്റൻസിലേക്ക് ഒന്ന് മറിച്ച് നോക്കുകയാണെങ്കിൽ വി ഗെറ്റ് എൻ ഐഡിയ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ് വൺ. ടോപ്പിക് സെന്റൻസ് വായിച്ചിട്ട് മനസ്സിലാക്കി നമ്മൾ അടുത്ത വാക്യം എന്താ പോണേ? ബോഡി വന്നിട്ടാ എക്സ്പ്ലനേഷൻ നമ്മുടെ ഭാഷ അല്ലേ. അപ്പോ ടോപ്പിക് സെന്റൻസ് അത് വായിച്ചിട്ട് മനസ്സിലായില്ല, അപ്പൊ എക്സ്പ്ലനേഷൻ വായിച്ചിട്ട് മനസ്സിലായില്ല, നമ്മൾ എന്താ വായിക്കണ്ടേ? എക്സാമ്പിൾ ട്രിക്കി ബിറ്റാ. അതായത് എക്സാമ്പിൾ ചിലപ്പോ ടോപ്പിക് സെന്റൻസ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോ. അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുക, അത് കഴിഞ്ഞ കൺക്ലൂഷൻ കൊടുത്തിരിക്കുക. അപ്പോ എന്നിട്ട് എക്സ്പ്ലനേഷൻ വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എക്സാമ്പിൾ വായിച്ചു നോക്കണം. എക്സാമ്പിൾ വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ കൺക്ലൂഷനിൽ അത് വീണ്ടും ഒന്നും കൂടെ റീറൈറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെ നമ്മൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ കൺക്ലൂഷന്റെ അകത്തായിരിക്കും ചിലപ്പോൾ ഒരു കീവേഡിനെ മറിച്ചിട്ടാണ്. അപ്പോ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം, നമ്മുടെ കയ്യിൽ ഒരു റീഡിങ്ങിന്റെ പാരാഗ്രാഫ് ഉണ്ടെങ്കിൽ ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ആ സെയിം മെത്തേഡിലേ പോകത്തുള്ളൂ. ആ ഒരു മെത്തേഡ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ എന്താ സെർച്ച് ചെയ്യാൻ പോകുന്ന കാര്യം. ഓക്കെ, ഈച്ച് പാരാഗ്രാഫ് ക്യാൻ കണ്ടെയ്ൻ ഇൻട്രൊഡക്ഷൻ, ബോഡി, നമ്മുടെ എക്സ്പ്ലനേഷൻ, കൺക്ലൂഷൻ. അതിന് മുമ്പ് എക്സാമ്പിൾസ് ഉണ്ടാവും. യൂഷ്വലി ഫസ്റ്റ് 1-2 സെന്റൻസ് കണ്ടെയ്ൻ ദ മെയിൻ ഐഡിയ ഓഫ് പാരാഗ്രാഫ്. ഇൻട്രൊഡക്ഷന്റെ അകത്ത് നമ്മുടെ ഐഡിയ എഴുതിയിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ ഐഡിയ എഴുതിയിട്ടുണ്ടാവും ഇൻട്രൊഡക്ഷന്റെ അകത്ത്. അപ്പോ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ സംബന്ധിച്ച ഫോർ ദിസ് റീസൺ സംടൈംസ് ഫസ്റ്റ് 2 sentences are enough to read to find out the right answer in the heading matching questions. ഹെഡിങ് മാച്ചിങ് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് ആദ്യത്തെ 2 മിനിറ്റിന്റെ അകത്ത് നമ്മൾ ആൻസർ കിട്ടുന്നുണ്ടാവും. സോ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ സെന്റൻസ് ദാറ്റ് കണ്ടെയ്ൻ ദ മെയിൻ ഐഡിയ ഓഫ് ദ പാരാഗ്രാഫ്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം, ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ സെന്റൻസ് that contain the main idea of the paragraph, the supportive idea of the passage, which is called topic sentence by some authors. Information is topic sentence will bring you the right heading of the paragraph. ഇപ്പൊ നമ്മൾ പഠിച്ചു ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ ആൻഡ് കൺക്ലൂഷൻ. നമ്മുടെ എല്ലാ പാരാഗ്രാഫും അങ്ങനെ ഇരിക്കണേ. ഇപ്പൊ നമുക്ക് റീഡിങ്ങിന്റെ പാരാഗ്രാഫ് പേടി വന്നില്ല അല്ലെ. നമ്മുടെ പേടി മാറി കിട്ടി. കാര്യം പറഞ്ഞാൽ റീഡിങ്ങിന് എന്ത് പാരാഗ്രാഫ് എടുത്താലും ഇപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പേടി ഉണ്ടാവില്ല. കാരണം എന്താ നമ്മുടെ പേടി മാറാൻ കാരണം എന്താ? നമുക്കറിയാം. ഇപ്പൊ റീഡിങ്ങിന്റെ പാരാഗ്രാഫിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ രണ്ട് സെന്റൻസ് ടോപ്പിക് സെന്റൻസ്, അതാണ് ട്രിക്കി പറ്റുക. ചിലപ്പോൾ ആദ്യത്തെ 2 സെന്റൻസ് ടോപ്പിക് സെന്റൻസ് ഇതും, ആദ്യത്തെ ടോപ്പിക് സെന്റൻസ് ആണ്,
പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്, പിന്നെ അതിന്റെ എക്സാമ്പിൾ ആണ്, പിന്നെ അതിന്റെ കൺക്ലൂഷൻ ആണ്. നമുക്ക് ഇന്ന് റീഡിങ് പാരാഗ്രാഫിലൊക്കെ പഠിക്കേണ്ട കാര്യം മറ്റുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക, ഒരു പാരഗ്രാഫിന്റെ അകത്ത് ഒരു ഐഡിയ ആണുള്ളൂ, ഒരു കാര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവുള്ളൂ. ആ കാര്യത്തിന്റെ എങ്ങനെയാണ് ഒരു ഐഡിയ, അതിന്റെ അകത്ത് ആ ഐഡിയയുടെ ടോപ്പിക് സെന്റൻസ് ഉണ്ടായിരിക്കണം, ആ ഐഡിയയെ കുറിച്ച് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കണം, ആ ഐഡിയ നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾ കൊടുത്തിരിക്കണം, അതിന്റെ കൺക്ലൂഷൻ കൊടുത്തിരിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഇങ്ങനെ ആലോചിക്കുക, നമ്മളിപ്പോ കേരളത്തിൽ പോയിട്ട് നമ്മള് നമ്മുടെ പഴയ രണ്ട് ഫ്രണ്ട്സിനെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പറയാറ്, ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് തന്നെയാണ് ഈ സെന്റൻസിലും തന്നെ. നമ്മുടെ പഴയ ഫ്രണ്ട്സ് കഴിയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഓ എന്റെ ഇഷ്ടാ, ഒന്നും പറയണ്ട, ഞാൻ ലണ്ടനിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ ലണ്ടനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ലണ്ടനിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ എന്റെ ടോപ്പിക് സെന്റൻസാ. അതിന്റെ എക്സ്പ്ലനേഷൻ നോട്ടാ, ഓ ലണ്ടൻ അടിപൊളി സ്ഥലമാട്ടോ, ഭയങ്കര തിരക്കാ, പഴയ കുറെ ബിൽഡിങ്ങുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര ഹെറിറ്റേജ് ഉള്ള ഇതാണ്, അവിടെ വലിയൊരു പാലമുണ്ട്, അടിപൊളി ഭയങ്കര ഫേമസ് പാലമുണ്ട്. ഓക്കെ, അപ്പോ സംഭവം ഞാനത് ലണ്ടനെ കുറിച്ച് പറഞ്ഞു, പാലത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഞാനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക, എടാ ഈ അവിടുത്തെ റോഡുകൾ എന്നൊക്കെ പറയാം, നമ്മളിപ്പോ കൊച്ചിയിൽ ബ്രോഡ്വേ പോകുമ്പോൾ റോഡ് അതുപോലെ നാരോ റോഡാ കംപ്ലീറ്റ് അവിടെ. ഓ അങ്ങനെയല്ലേ, ഓക്കെ 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 ഓക്കെ. എന്തായാലും ലണ്ടനിൽ പോക്കെ ട്രിപ്പ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. അതിന്റെ കൺക്ലൂഷൻ, ഇപ്പൊ ഞാൻ പറഞ്ഞ സെന്റൻസിന്റെ അകത്ത് ലണ്ടൻ ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ ഒരാളുടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വി ആർ യൂസിങ് ദ സെയിം മെത്തേഡ്, പക്ഷെ ഇതൊരു ന്യൂ മെത്തേഡ് അല്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. അപ്പോ ഇനി നമുക്ക് റീഡിങ് പാരാഗ്രാഫിനോട് പേടിക്കണ്ട, കാരണം എല്ലാ റീഡിങ് പാരാഗ്രാഫിലും ഈ 4 കാര്യങ്ങളുള്ളൂ: ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ. നമ്മൾ ഈ റീഡിങ് പാരാഗ്രാഫ് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണേ? നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോണത് നമ്മുടെ കീവേഡ്സ് ആയിട്ട് പോയിട്ട് നമ്മൾ ടോപ്പിക് സെന്റൻസ് സ്കിം ആൻഡ് സ്കാൻ. ഓക്കെ, നമുക്കപ്പോ എന്തൊക്കെയാ സ്കിം ആൻഡ് സ്കാൻ ചെയ്യണ്ടേ? നമുക്ക് ആദ്യം തന്നെ ടോപ്പിക്സ്, അതാണ് ഈ റീഡിങ് പാരാഗ്രാഫുകൾ. അതായത് ഇപ്പൊ നമ്മുടെ അടുത്തൊരു എസ്സേ കിട്ടി, ആ എസ്സേയുടെ എല്ലാ പാരഗ്രാഫിന്റെയും ആദ്യത്തെ 2 സെന്റൻസ് വെച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മൊത്തം എസ്സേ എന്താന്ന് മനസ്സിലാവും അല്ലെ. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൊത്തം എസ്സേ കംപ്ലീറ്റ് ഈ അതിനെ കുറിച്ച് ഐഡിയ ആദ്യത്തെ 2 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബേസിക് ചിന്തിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാരഗ്രാഫിൽ ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ, ഒരു ടോപ്പിക് സെന്റൻസ് ഉണ്ടാവും, ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും, ഒരു കൺക്ലൂഷൻ ഉണ്ടാവും, എക്സാമ്പിൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇപ്പോ നമുക്ക് റീഡിങ് പാരാഗ്രാഫിനോട് നമ്മൾ പഠിക്കുന്ന കാര്യമില്ല. ഇനി നമുക്ക് നോക്കിയേ, ഇനി നമ്മൾ പഠിക്കാൻ പോകും, നമ്മൾ ഇനി എല്ലാ ദിവസവും ഓരോ സ്ട്രാറ്റജി പഠിക്കാൻ പോകും. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നമുക്ക് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യാനുള്ളത് വരും. ഓക്കെ, 10 types of reading questions usually found in a real exam, and the strategy to approach for right answers could be different as stated before. അപ്പോ അവിടെയാണ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടു, ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കണം, എന്നിട്ട് ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ്? ഈ 10 types of questions നമ്മൾക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം, എങ്ങനെ നമ്മുടെ സ്പീഡ് കൂട്ടാം. ആദ്യത്തെ പറയുന്നത് പാരഗ്രാഫ് ഹെഡിങ് മാച്ചിങ്. യൂഷ്വലി നമ്മുടെ റീഡിങ്ങിന് വന്ന ഒരു സംഭവമാണിത്. അതിന്റെ സ്ട്രാറ്റജി, എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അറ്റ് ഫസ്റ്റ് റീഡ് ഫസ്റ്റ് 2 sentences ഓഫ് ദ പാരഗ്രാഫ് ഇൻ എ പാസേജ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാസേജിന്റെ ആദ്യത്തെ 2 സെന്റൻസ് വായിച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പിക് സെന്റൻസ് ആയി. ആ പാരഗ്രാഫിൽ എന്താ പറയാൻ പോണെന്ന് എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി. Then try to point out the target information or main idea of the paragraph by good comprehension. Right. അപ്പൊ നമ്മൾ അവിടുന്ന് ആ 2 സെന്റൻസിനകത്ത് കൊടുത്തു കഴിയുമ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ്, അപ്പൊ ഇതിനെ കുറിച്ചാണ് ബാക്കി പറയാൻ പോണം അല്ലെ. യു മേ അണ്ടർലൈൻ കീവേഡ്സ്. കീവേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം പാരാഫ്രേസ് വാക്കുകൾ. ആദ്യം തന്നെ 2 സെന്റൻസ് വെച്ച് എല്ലാ പാരാഗ്രാഫിനും വായിക്കുക. Then try to match the target information or main idea in the answer options. Find out the correct answer. Try to match the target information. The keyword information main idea to the answer options. Okay. Do not read the heading options in the questions first. It will create information jam and confusion in your head.
because sometimes they are too similar. അത് അവർ അങ്ങനെ ആക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ നമുക്ക് കാര്യം മനസ്സിലായി. നമ്മൾ ഹെഡിങ് പോയി നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രീ മൈൻഡിൽ നമുക്കൊരു കാര്യം നമ്മളിപ്പോ എന്താ സ്റ്റോർ ചെയ്തേ, സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലായി, ഇതൊക്കെ ഞാൻ ഉദ്ദേശിച്ച വന്ന പോലെ തന്നെ പോയിട്ടുണ്ട്. ഓക്കെ. മൂന്നാമത്തെ, if you cannot find the matching option, read the another 2 sentences and so on. Another 2 sentences എന്ന് പറയുമ്പോൾ എന്നിട്ട് പറയണത് എക്സ്പ്ലനേഷൻ വായിച്ചു നോക്കുക. Do not read the whole paragraph at once because you can find a match with the first 2 sentences and can save the time. ഹെഡിങ് മാച്ചിങ്ങിന്റെ അകത്ത് മിക്കവാറും ആദ്യത്തെ 2 സെന്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. Please keep in mind, heading should be summary or theme of the whole paragraph. അതാണ് അതിന്റെ ബേസിക് തീം. ഹെഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ should be the summary or theme of the whole paragraph. അപ്പോ പിന്നെ അത് നോക്കുകയാണെങ്കിൽ പാരാഗ്രാഫിന്റെ ഹെഡിങ്ങിന് മാച്ചിങ്ങിന് പോവുകയാണെങ്കിൽ നമ്മൾ എന്താ പോകണ്ടേ? ബേസിക്കലി നമ്മൾ വായിക്കേണ്ടത് 2 സെന്റൻസാണ്. കാരണം നമ്മളപ്പോ എന്താ വായിക്കണേ? എല്ലാ പാരാഗ്രാഫിന്റെ ഹെഡിങ് നമ്മൾ വായിക്കണം അല്ലെ? നമ്മൾ വായിക്കുമ്പോൾ ഈച്ച് പാരാഗ്രാഫിന്റെ ഹെഡിങ് വായിച്ചാണ് പോണേ. അപ്പൊ നമ്മൾ പ്രീ പ്ലാൻഡ് ചിന്തിക്കുന്ന കാര്യം ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ. ടോപ്പിക് സെന്റൻസ് വായിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഇത്രയും സമയം 2 സെക്കൻഡ് കൂടുതൽ കൊടുത്തിട്ട് ആ എക്സ്പ്ലനേഷൻ വായിച്ചു നോക്കുക. ഓക്കെ, ഇത് ഈസി ഉള്ള ഒരു സംഭവമാണിത്. കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ കുറച്ച് 2 ദിവസം നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ പാരഗ്രാഫ് ഹെഡിങ് നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം. നല്ല സിമ്പിൾ ലാംഗ്വേജ് കൊടുത്തിരിക്കുന്നത് ഇവിടെ. At first read 2 sentences of the paragraph in each passage, then try to point out target information and main idea of the paragraph by good comprehension. You may underline keywords. അതായത് ആ പാരഗ്രാഫിൽ നമ്മൾ കീവേഡ്സ് നമുക്ക് അണ്ടർലൈൻ ചെയ്യാൻ, അതായത് ആ 2 സെന്റൻസ് ടോപ്പിക് സെന്റൻസ് ആണ്. ടോപ്പിക് സെന്റൻസിനകത്ത് ഹെഡിങ്ങിന്റെ ഇതുണ്ടാവും. Try to match the target information, the main idea of the answer options. Find out the correct answer. Okay. Do not read the heading option in the questions first. It will create information jam and confusion in your head because sometimes they are too similar. If you can't find the matching option, read another 1 or 2 sentences and so on. And we do not read the whole paragraph at once because you can find the match with the first 2 sentences and you can save the time. Please keep in mind, heading should be summary or theme of the whole paragraph. Basically, if you paragraph ഈ 2 സെന്റൻസ് ഈ പാരഗ്രാഫിന് വായിക്കുക, ഈ 2 സെന്റൻസിന്റെ വായിക്കുക, 2 സെന്റൻസ് വായിക്കുക, 2 സെന്റൻസ് വായിക്കുക. സോ ഐ ഗെറ്റ് an idea about what is sentence about. എന്റെ കീവേഡ്സ് ആയിട്ട് മാച്ച് നോക്കുക. ഓക്കെ, ഗുഡ്. നമുക്ക് അപ്പോ സ്കിമ്മിങ്ങും സ്കാനിങ്ങും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടന്നു പോവാം. നമ്മളൊരു 2 ടൈപ്പ് കോംപ്ലക്സ്, കോമ്പൗണ്ട് കോംപ്ലക്സ് പഠിക്കുന്നുണ്ട്. കോമ്പൗണ്ട് കോംപ്ലക്സ് നമ്മൾ എക്സാം എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കാരണം നമുക്ക് എക്സാമിന് പോയിട്ട് നമുക്ക് എന്താ എഴുതാനുള്ളത്? നമുക്ക് എഴുതാനുള്ളതെന്ന് പറയുമ്പോൾ ഒരു എസ്സേക്കകത്ത് ഒരു 3 പാരഗ്രാഫ് ഉണ്ടാവും. ഓക്കെ, ആ 3 പാരഗ്രാഫിന്റെ അകത്ത് ഒരു ടോപ്പിക് സെന്റൻസ്, ഒരു എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ. Topic sentence, explanation, example, conclusion. Topic sentence, explanation, example, conclusion. ഇത്രയും സംഭവത്തിന്റെ അകത്തുനിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് എന്താണ് എക്സാമിനർ എക്സ്പെക്ട് ചെയ്യണേ? എക്സാമിനർ നോക്കുന്നത് സബ്ജക്റ്റിലേക്കല്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കാരണം നമുക്ക് എപ്പോഴും പറഞ്ഞ അബദ്ധമാണ്, നമ്മൾ സബ്ജക്ട് ടെസ്റ്റ് ആണ്, നമ്മൾ അടിപൊളിയായിട്ട് എഴുതും. നോ, വി ആർ മോർ കണ്ണിങ് ദാൻ ദം. നമ്മൾ അവരെക്കാളും കണ്ണിങ് ആയിരിക്കണം. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യ കാലം നമ്മൾ നോക്കിയിട്ടുണ്ടാകുന്നത് എന്താണ് എക്സാമിനർ എക്സാം പേപ്പറിലേക്ക് നോക്കുന്നത്. ഈ പയ്യന് എത്രമാത്രം കോംപ്ലക്സ് സെന്റൻസും കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസും ഉണ്ടാക്കാനുള്ള കഴിവ്, അതിലുള്ള അവന്റെ പ്രൊഫഷൻസി, അതാണ് അവര് ചെക്ക് ചെയ്യുന്നതിനകത്ത്. കോമ്പൗണ്ട് സെന്റൻസ് നമ്മൾ കണ്ടു, നമുക്ക് ഈസി ആയിട്ട് അറിയാം. കോമ്പൗണ്ട് സെന്റൻസ്, ഫാൻ ബോയ്സ്, അതിന് ഇപ്പുറത്തെ ഒരു കോമ ഇട്ട് കഴിഞ്ഞാൽ കോമ്പൗണ്ട് സെന്റൻസ് ഉണ്ടാവും. കോമ്പൗണ്ട് സെന്റൻസ് വേറെ മാർഗം കിട്ടാ. 2 സിമ്പിൾ സെന്റൻസ്.
he eats an apple, I read a book. രണ്ട് സിമ്പിൾ സെന്റൻസാ. അത് വെച്ച് നമുക്ക് എങ്ങനെ കോമ്പൗണ്ട് സെന്റൻസ് ഉണ്ടാക്കാം? ഹി ഈറ്റ്സ് എ ബുക്ക്, കോമ ഫാൻ ബോയ്സിന്റെ ഫോറോ ആൻഡോ ഓറോ ബട്ടോ ആയിട്ടിട്ട് ഐ റീഡ് ബുക്ക്. രണ്ട് സെന്റൻസ് നമ്മൾ ജോയിൻ ചെയ്തു. ബേസിക്കലി സംഭവിക്കുന്ന കാര്യം ഇവിടെ രണ്ട് സെന്റൻസിൽ ജോയിൻ ചെയ്യുകയാണ് അല്ലെ. കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കണേ? അവിടെ നമ്മൾ ട്രിക്ക് ചെയ്യണേ. കാരണം പറഞ്ഞാൽ കോംപ്ലക്സ് സെന്റൻസിനകത്ത് ഒന്നിനോട് ഒന്ന് ബന്ധപ്പെട്ടെടുക്കുക. അതായത് ഒരെണ്ണം സ്റ്റഡി ആയിട്ട് നിൽക്കും, ഒരെണ്ണത്തിന് സ്വന്തമായിട്ട് നിൽക്കാൻ യാതൊരു കഴിവില്ല. അപ്പൊ അതിനെയാണ് കോംപ്ലക്സ് സെന്റൻസ് പറയുന്നത്. കോംപ്ലക്സ് സെന്റൻസ് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് നൗൺ ക്ലോസ് നൗൺ സെന്റൻസുകളുണ്ട്, അഡ്ജക്റ്റീവ് സെന്റൻസുകളുണ്ട്, അഡ്വേർബ് സെന്റൻസ് ഉണ്ട്. അഡ്ജക്റ്റീവ് സെന്റൻസുകൾ എവിടെയാ വന്നത്? നൗണിനെ ചുറ്റിപ്പറ്റിയ വന അല്ലെ. ഇവിടെ നമ്മൾ ഈ കോംപ്ലക്സ് സെന്റൻസ് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്നിട്ടാ ഒരേ ഒരു കാര്യം വെച്ചാൽ കോംപ്ലക്സ് സെന്റൻസ് ചിന്തിക്കുമ്പോ ബൈക്ക് ആൻഡ് ബാസ്കറ്റ്. ബൈക്ക് ആൻഡ് ബാസ്കറ്റ് ആണ് കോംപ്ലക്സ് സെന്റൻസ്. കോംപ്ലക്സ് സെന്റൻസ് മനസ്സിലേക്ക് വരുമ്പോ തന്നെ ചിന്തിക്കുക ഹൂ ഓർ വാട്ട്, ഫ്രണ്ട് ചക്രം കിട്ടി, വാട്ട് അബൌട്ട് ഇറ്റ്, ബാക്ക് ചക്രം കിട്ടി, absolutely fine. എന്റെ സൈക്കിൾ ഓക്കെ. ഈ ബാസ്കറ്റ് പണി ഫ്രണ്ടിൽ വെക്കും, ഓരോ നടുക്ക് വെക്കും, ഓരോ ഞാൻ ബാക്കിൽ വെക്കും. ആ ബാസ്കറ്റ് അപ്പോ ബാസ്കറ്റ് സെന്റൻസ് ഉണ്ടാക്കാനുള്ള ഫോർമുല ദാറ്റ്, ഹൂ, വാട്ട്, ദാറ്റ്, ഹൂ, അങ്ങനെ ഓൾദോ എല്ലാം. എന്ത് ഒരു സെന്റൻസിന്റെ ആദ്യം അത് ഇട്ട് കഴിയുമ്പോ അതുമായിട്ട് മാറും. ഇത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് പോകാം നമ്മൾ. അപ്പൊ നമ്മൾ കാണിക്കേണ്ട നമ്മുടെ മെയിൻ കണ്ണിങ് ഐഡിയ പറയുമ്പോൾ നമ്മൾ ഐഡിയ ചെയ്തതിന്റെ ഒപ്പം തന്നെ നമ്മൾ എക്സാമിനറെ കാണിക്കണം നമ്മൾക്ക് ഇങ്ങനത്തെ സെന്റൻസുകൾ ഉണ്ടാക്കാൻ അറിയാം നമ്മൾ കാണിക്കണം. വേറെ ഒന്നും കാണിക്കണ്ട. നമ്മളിപ്പോ സെന്റൻസിന് നീട്ടമല്ല പ്രധാനം, അതിന്റെ ഇതാണ് പ്രധാനം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു. എങ്ങനെ ഇത് ഇമ്പോർട്ടൻ്റ്, ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയാണ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അതായത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ജസ്റ്റ് അത് കേട്ടോ. അപ്പൊ കോമ്പൗണ്ട് കോംപ്ലക്സ് എന്ന് പറയുമ്പോ അതിൻ്റെ അകത്തൊരു കോമ്പൗണ്ട് സെന്റൻസ് ഉണ്ടാവും. അപ്പൊ എന്താ ഉണ്ടാവണേ? ഫാൻ ബോയ്സിന്റെ എന്തെങ്കിലും സംഭവം ഉണ്ടാവും അല്ലെ. പിന്നെ കോംപ്ലക്സ് സെന്റൻസിന്റെ എന്തെങ്കിലും സംഭവം ഉണ്ടാവും. ഇത് രണ്ടും കൂടെ കൂടിയാണ് കോമ്പൗണ്ട് കോംപ്ലക്സ്. കണ്ടെയ്ൻസ് 2 or more ഇൻഡിപെൻഡന്റ് സെന്റൻസസ്. രണ്ടോ അതിലധികമോ സ്വന്തമായി നിലനിൽക്കാൻ കഴിവുള്ള സെന്റൻസ്, അറ്റ്ലീസ്റ്റ് ഒരു ഡിപെൻഡന്റ് സെന്റൻസ്. The compound complex sentence present a combination of ideas found in compound and complex sentences. ഇപ്പൊ ഇതിലേക്ക് നോക്കിയേ, ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇതിന്റെ അകത്ത് കോമ്പൗണ്ട് സെന്റൻസ് കിട്ടോ, സെന്റൻസിന്റെ അർത്ഥം വിട്ടോ കേട്ടോ. ഷീ പാസ് ദ എക്സാം, കോമ ആൻഡ് ഷീ വാസ് സോ ഹാപ്പി. ഇത്രയും ഈ ഇറ്റാലിക്സ് കൊടുത്താൽ അത് മറ്റത് വായിക്കുമ്പോ അതെന്താ? അത് കോമ്പൗണ്ട് സെന്റൻസ് അല്ലേ. ഫാൻ ബോയ്സിന്റെ ആൻഡ് വെച്ച് ഈ രണ്ട് സെന്റൻസ് ജോയിൻ ചെയ്ത് സുഖമായിട്ട് കോംപ്ലക്സ് സെന്റൻസ് ഉണ്ടാക്കുന്നു. എന്നിട്ട് കോമ്പൗണ്ട് കോംപ്ലക്സ് ആയി നോക്കിയേ, ബിക്കോസ് ചേർത്ത് ഒരു ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള സ്വന്തമായി കഴിയാത്ത സെന്റൻസ് അതിന്റെ ഒപ്പം ആഡ് ചെയ്ത്. ഇനി അവന്റെ അർത്ഥം, ഇതവന്റെ അർത്ഥത്തിലേക്ക് നോക്കിയേ. ബിക്കോസ് ഷീ സ്റ്റഡി ഹാർഡ്, കോമ ഷീ പാസ് ദ എക്സാം. അതെന്തൊട്ടത് കോംപ്ലക്സ് സെന്റൻസ് അല്ലേ. അതിന്റെ ഒപ്പം തന്നെ ആൻഡ് ഷീ വാസ് സോ ഹാപ്പി. അപ്പൊ ഇത് നമുക്കിത് എങ്ങനെ വേണമെങ്കിലും എങ്ങനെ എറിഞ്ഞാലും ഈ സാധനം ഏത് രൂപത്തിൽ വേണമെങ്കിലും വീഴും. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പൗണ്ടിലും വീഴും, കോംപ്ലക്സിലും വീഴും. ചില ആൾക്കാർ ജീവിക്കാൻ പഠിച്ച ആൾക്കാർ അങ്ങനെയാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഇത്. അപ്പൊ ഇതിന്റെ അർത്ഥത്തിലേക്ക് ബിക്കോസ് ഷീ സ്റ്റഡി ഹാർഡ് ഷീ പാസ് ദ എക്സാം. അവിടെ വെച്ച സംഭവം ആ സെന്റൻസ് ആവും നിർത്തിയാലും ശരിയാണല്ലേ. മറ്റേ പറഞ്ഞു നോക്കിയേ, ഷീ സ്റ്റഡി ഷീ പാസ് ദ എക്സാം ആൻഡ് ഷീ വാസ് സോ ഹാപ്പി. അതും ഒരു സെന്റൻസാ. ബിക്കോസ് ഷീ സ്റ്റഡി ഹാർഡ് അതിന് സ്വന്തമായി നിൽക്കാൻ യാതൊരു കുഴപ്പമില്ല. അതേസമയം ഈ ബിക്കോസ് ആവുന്ന എടുത്ത് കഴിഞ്ഞ് നോക്കിയേ, ഷീ സ്റ്റഡി ഹാർഡ് സ്വന്തമായി നിൽക്കുന്ന സെന്റൻസ് അത്. അപ്പൊ ഈ സെന്റൻസിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഷീ സ്റ്റഡീഡ് ഹാർഡ് ഒരു സിമ്പിൾ സെന്റൻസ്, ഷീ പാസ് ദി എക്സാം മറ്റൊരു സിമ്പിൾ സെന്റൻസ്,
ഷീ വാസ് സോ ഹാപ്പി. മറ്റൊരു സിമ്പിൾ സെന്റൻസ്. ബേസിക്കലി 3 സിമ്പിൾ സെന്റൻസുകളെ ബിക്കോസും കോമയും ആൻഡും വെച്ച് ആഡ് ചെയ്തിരിക്കുക. അപ്പൊ നമുക്ക് എവിടെ നമുക്ക് പ്രൊഫഷൻസ് ഉണ്ടാക്കിയെടുക്കണ്ടേ? നമുക്ക് നല്ലവണ്ണം കോംപ്ലക്സ് സെന്റൻസ് ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം. ബൈക്ക് ആൻഡ് ബാസ്കറ്റ് ഉള്ള സെന്റൻസ് നമുക്ക് നല്ല അറിഞ്ഞിരിക്കണം. ഇവിടെ നോക്കുക. വി ഐഡന്റിഫൈഡ് അവർ ടീം വീക്ക്നെസ് വിച്ച് ഹാർനസ് അവർ വർക്ക് എഫിഷ്യൻസി ആൻഡ് വി ഹാവ് എഗ്രീഡ് ടു ഇംപ്രൂവ്. ഇവിടം വരെ നോക്കുവാണെങ്കിൽ അതൊരു കോംപ്ലക്സ് സെന്റൻസ് അല്ലെ. ഒരു ഇൻഡിപെൻഡന്റ് സെന്റൻസ്, പിന്നെ ഒരു ഡിപെൻഡന്റ് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ് കൊടുത്തിട്ട് ആൻഡ് കൊടുത്തിട്ട് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആഡ് ചെയ്തേക്കണം. നമുക്ക് ഒന്നും കൂടെ സെന്റൻസ് സൂക്ഷിച്ചു. വലിയ സെന്റൻസ് നമുക്ക് നമ്മുടെ ആഗ്രഹം പോലെ വലിയ സെന്റൻസ് ആണ്. വി ഐഡന്റിഫൈ അവർ ടീം വീക്ക്നെസ് എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ സെന്റൻസ്. ദാറ്റ് ഹാർനസ് അവർ വർക്ക് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ മറ്റൊരു സിമ്പിൾ സെന്റൻസ്. വി ഹാവ് എഗ്രീഡ് ടു ഇംപ്രൂവ് മറ്റൊരു സിമ്പിൾ സെന്റൻസ്. ആ 3 സെന്റൻസുകൾ 3 ഐഡിയനെ വിച്ചും കോമയും ആൻഡും ചേർത്ത് ആഡ് ചെയ്തേക്കണം. അപ്പൊ ഇവിടെ കളിക്കുന്ന ഗെയിം ആരാ? If the company ignores the problem with the working conditions, the turnover will rise. അവിടെ കുത്തു കൊടുത്തുകഴിഞ്ഞാൽ ആ സെന്റൻസ് അവിടെ കഴിഞ്ഞു. അത് എക്സാക്ട് നല്ലൊരു ഗുഡ് സെന്റൻസ് ആണത് അല്ലെ. ആ സെന്റൻസിന്റെ ആദ്യം ഈഫ് വന്നുകൊണ്ട് ഇതൊക്കെ ദ കമ്പനി ഇഗ്നോർസ് ദ പ്രോബ്ലം വിത്ത് വർക്ക് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. അതിന് മുമ്പ് ഈഫ് ആഡ് കഴിയുമ്പോൾ അത് ഡിപ്പെൻഡ് സെന്റൻസ് ആയിട്ട് മാറി. അതിന് ഡിപ്പെൻഡ് സെന്റൻസ് മാറി ഡിപ്പെൻഡ് സെന്റൻസ് ആദ്യം വരുന്നെങ്കിൽ കോമ ഇടുക, അതിനുശേഷം ഇൻഡിപെൻഡന്റ് സെന്റൻസ് എഴുതുക, കോമ, ആൻഡ് ദ പ്രൊഡക്ടിവിറ്റി വിൽ ഇൻക്രീസ് സ്ക്വയർ. അപ്പൊ ഇവിടെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരുന്ന കാര്യം എന്ന് നോക്കിയേ, ഈ ആൻഡ് കഴിഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻ ആഡ് ചെയ്തിരിക്കുക എക്സ്ട്രാ അല്ലെ. ഇവിടെ ഈ ആൻഡ് കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആഡ് ചെയ്തിരിക്കുക. ഇവിടെ ഈ ആൻഡ് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഇൻഫർമേഷൻ ആഡ് ചെയ്തിരിക്കുക. ഓക്കെ, ഇവിടെ ഈ ആൻഡ് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഇൻഫർമേഷൻ ആഡ് ചെയ്തിരിക്കുക. സം സ്റ്റുഡൻസ് ഡു നോട്ട് സ്റ്റഡി ഹാർഡ് ബട്ട് when they fail they always make complaints about the school. Some students do not study hard, comma, and fan position ബട്ടിട്ടേക്ക് അല്ലെ. എന്നിട്ട് പെണ്ണ് കൊടുത്തേക്ക കണ്ടോ. when they fail they always make complaints about the school. അപ്പൊ ഈ ബട്ട അവിടെ ഇല്ലെങ്കിൽ ആലോചിക്കേ. when they fail they always complain about the school. അതൊരു കോംപ്ലക്സ് സെന്റൻസ് അല്ലേ. അത് ഈ ഫാൻ ബോയ്സിന് ബട്ട് വെച്ചാൽ മതി. അപ്പൊ ബട്ടും വെന്നും അടുത്തടുത്ത് വന്നേക്കും കേട്ടോ. പോയി കറക്റ്റ് സെന്റൻസ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചു നോക്കിയേ, ഇവിടെയും ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആഡ് ചെയ്തിരിക്കുകയാണ്. അവിടെ ബട്ട് വെച്ച് ആഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. We have got many problems which are related to our supply chain. അപ്പോ we have got many problems എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ സെന്റൻസ്. It is related to our supply chain എന്ന് പറഞ്ഞാൽ മറ്റൊരു സിമ്പിൾ സെന്റൻസ്. വിച്ച് അല്ല കേട്ടോ, ഇറ്റ് ഈസ് ഞാൻ പറഞ്ഞത് കേട്ടോ. Our customers have made lot of complaints. മറ്റൊരു സിമ്പിൾ സെന്റൻസ്. That may damage our reputation. മറ്റൊരു സിമ്പിൾ സെന്റൻസ്. 4 സിമ്പിൾ സെന്റൻസാ. ആഡ് ചെയ്യുന്ന മെത്തേഡ് നോക്കി. ഒരു വിച്ച്, ഒരു ആൻഡ്, ഒരു കോമ, ഒരു ദാറ്റ്. അപ്പൊ ഇത്രയും സാധനം ഇട്ട് കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐഡിയ നമുക്ക് ബേസിക്കലി പറയുകയാണെങ്കിൽ നമുക്കൊരു കോംപ്ലക്സ് ഐഡിയ സംഭവം ഉണ്ട്. അതിന്റെ ഒപ്പം നമുക്ക് ഈ ഫാൻ ബോയ്സ് വെച്ച് എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഒരു 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 രീതിയാണ്. ഇപ്പൊ നമ്മൾ വേറൊരു മെത്തേഡ് കണ്ടത് മാത്രമേ ഉള്ളൂ. The combination of clauses may have complicated than other sentence structures, compound and complex sentences. Thus, it is hard to draw the conclusion, the exact patterns which complex placed and arranged. However, there are make breakdowns which will further explain below the examples. Some of the common clauses. ഇതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ചില മെത്തേഡ്. നമ്മുടെ എപ്പോഴും മനസ്സിലിരിക്കേണ്ട ഒരു ഫോർമുലയാണിത്. ഈ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ഫോർമുലേഴ്സ് പഠിക്കണം. നമ്മൾ ഇന്ന് 2 പഠിക്കുന്നുള്ളൂ. ഇതിന്റെ ഫോർമുല മെത്തേഡ് IC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ഐഡിയ, മറ്റൊരു ഇൻഡിപെൻഡന്റ് ഐഡിയ, മറ്റൊരു ഡിപെൻഡന്റ് ഐഡിയ. അപ്പോ IC സെമിക്കോളൻ IC എന്ന് പറഞ്ഞ കോമ്പൗണ്ട് സെന്റൻസ്, IC പ്ലസ് CC പറഞ്ഞ കോംപ്ലക്സ് സെന്റൻസ്. നോക്കുക. The election finished, semicolon, the opposition reject the official result. അപ്പോ
ഈ മെത്തേഡ് നമ്മൾ നോക്കണം. നമ്മളപ്പോ നോക്കുക, ഇതിലേക്ക് നോക്കുക. ഓക്കെ, ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആദ്യം വന്നു, ഒരു സിമ്പിൾ സെന്റൻസ് ആദ്യം കൊടുത്തു, പിന്നെ ഒരു കോംപ്ലക്സ് സെന്റൻസ് കൊടുത്തു അല്ലെ, വിച്ച് ഈസ് another. I was busy preparing the sales plan. ഒരു സിമ്പിൾ സെന്റൻസ്, ഒരു ഇൻഡിപെൻഡന്റ് സെന്റൻസ്. അത് കഴിഞ്ഞിട്ട് എന്താ, സോ ഐ കുഡ് നോട്ട് ഫൈൻഡ് ദ ഫ്രണ്ട് മൈ ഫ്രണ്ട് വെഡിങ് വിച്ച് വാസ് ഹെൽഡ് ലാസ്റ്റ് വീക്കെൻഡ്. ഈ സോ ഇവിടെ ഇല്ലെങ്കിൽ ആലോചിക്കേ, ഐ കുഡ് അറ്റൻഡ് മൈ ഫ്രണ്ട്സ് വെഡിങ് വിച്ച് വാസ് ഹെൽഡ് ലാസ്റ്റ് വീക്കെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കോംപ്ലക്സ് സെന്റൻസ് അല്ലേ? അതെ, ഒരു ഇൻഡിപെൻഡന്റ് സെന്റൻസും ഒരു സിമ്പിൾ സെന്റൻസ്, ഒരു ഡിപെൻഡന്റ് സെന്റൻസ് അടുത്തൊരു കോംപ്ലക്സ് സെന്റൻസ്. അത് അതിന്റെ ഒപ്പം ഒരു ഐഡിയ ആഡ് ചെയ്യുന്നത് മാത്രമല്ല എക്സ്ട്രാ വേറെ രീതിയിൽ. I did not fully agree with the speaker, nor did I feel that he had to focus enough on this topic. ഒരു സിമ്പിൾ സെന്റൻസ്, നോർ ഫാൻ ബോയ്സിന് നോർ, പിന്നെ ഡിഡ് ഐ ഫീൽ എന്നുള്ള സിമ്പിൾ സെന്റൻസ്, പിന്നെ ദാറ്റ് ചേർത്ത് ഡിപെൻഡന്റ് ക്ലോസ് ചേർത്തിട്ട് ഹി ഹാഡ് ഫോക്കസ് ഇനഫ്. അപ്പൊ ഇതിന്റെ അകത്ത് എത്ര സിമ്പിൾ സെന്റൻസ് വന്നേക്കണം നോക്കിയേ. വി ആർ കട്ടിംഗ് ഡൗൺ സെന്റൻസസ് നൗ. People study war histories, okay, yet why they have repeated the wars which were even more disastrous. ഇവിടെ വന്നേക്കണ മെത്തേഡ് എന്തുട്ടാ, ആദ്യം ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ്, ഒരു ഇൻഡിപെൻഡന്റ് ഐഡിയ, പിന്നെ ഒരു കോംപ്ലക്സ് സെന്റൻസ് അല്ലെ. ICPS കോംപ്ലക്സ് സെന്റൻസാ, ഇൻഡിപെൻഡൻസ് ഒരു കോംപ്ലക്സ് സെന്റൻസ്. ഇവിടെ നോക്കിയേ, ഒരു കോംപ്ലക്സ് സെന്റൻസ് ആദ്യം വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു സിമ്പിൾ സെന്റൻസ് ആഡ് ചെയ്തേക്കണു. യു ഷുഡ് ലോക്ക് ദ ഗേറ്റ് വെൻ യു ലീവ് ദ ഹൗസ്. കോംപ്ലക്സ് സെന്റൻസ്, ആ സെന്റൻസ് അവിടെ അവസാനിച്ചു, ആ ഐഡിയ അവസാനിച്ചു. അത് കഴിഞ്ഞിട്ട് സെമി കോളൻ, അതർവൈസ് ദ ഡോഗ് മേ ഗെറ്റ് ഇൻ. ഈ അതർവൈസ് നമ്മൾ കോമ്പൗണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ, കോമ്പൗണ്ടിൽ ഉപയോഗിക്കുന്ന സംഭവം അതർവൈസ്, സെമി കോളൻ, അതർവൈസ്, കോമ. ഈ നമ്മൾ നോക്കുന്നത് ഈ അർത്ഥങ്ങളിലേക്ക് നോക്കണ്ടേ. ഇവിടെ നോക്കിയേ, യു ഷുഡ് ലോക്ക് ദ ഗേറ്റ് വെൻ യു ലീവ് ദ ഹൗസ്. വീടിന് പോകുമ്പോ, ഈ വീട് പുറത്ത് പോകുമ്പോ വീട് ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ പട്ടി അകത്ത് കയറും. ഐ കുഡ് റിമെമ്പർ വെയർ ഐ മെറ്റ് ഫസ്റ്റ്. അപ്പോ IC + TC അത് കോംപ്ലക്സ് സെന്റൻസാ, അവിടെ നിർത്താൻ നമുക്ക് വേണമെങ്കിൽ. പക്ഷെ ബട്ട് ഐ ഡു നോട്ട് റിമെമ്പർ ദ ഫേസ്. The phone which I brought last month was defected. ഈ which I brought last month വെച്ചിട്ടുണ്ടെങ്കിൽ ബാസ്കറ്റ് നടുക്ക് വെച്ചേക്കും അല്ലെ. Who or what? Phone. What about the phone? Was defected. എന്നിട്ട് ബാസ്കറ്റ് നടുക്ക് വെച്ചേക്കും. അതാ ഫോണിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് അപ്പ തന്നെ അത് എഴുതണം. എന്തുകൊണ്ട് ഈ ഫോണിന് മുമ്പ് കോമയില്ല? നമ്മൾ പഠിച്ചിട്ടുണ്ടത്. കാരണം നമ്മൾ ഇങ്ങനെ എഴുതാന്ന് വെച്ചോ, ദ ഐഫോൺ, ഐഫോൺ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കോമ ഇടും. കാരണം എന്ത് ഫോണാണ് നമുക്കറിയാം. ആ സ്പെസിഫിക് ആയിട്ട് ഫോണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫോണിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞേക്കും, ഭയങ്കര ലാർജ്, എല്ലാ ആൾക്കാരും ഫോണിനെ കുറിച്ച് പറഞ്ഞേക്കും. അതിൻ്റെ അകത്ത് ഏത് ഫോണാ? വിച്ച് ഐ ബ്രോട്ട് ലാസ്റ്റ് മന്ത്. അപ്പോ അവിടെ കോമ പാടില്ല, കാരണം കോമ. സോ ഐ റിട്ടേൺ ദ സ്റ്റോർ. അടുത്ത് നോക്കുക, the dog barked at each other constantly under the sun rose. Independent clause, dependent clause, ഒരു കോംപ്ലക്സ് സെന്റൻസ്. അപ്പോൾ ഒരു കോംപ്ലക്സ് സെന്റൻസ് എഴുതിട്ട് അതിന്റെ ഒപ്പം സെമികോളൻ, കോൺസിക്വന്റ്ലി നൺ ഓഫ് us sleep night. ഒരു സിമ്പിൾ സെന്റൻസ് ആഡ് ചെയ്തേക്കുക. The gay is so genius that many admire the talents. അതൊരു കോംപ്ലക്സ് സെന്റൻസ് അല്ലേ. പിന്നെ he has been promoted at the a department head of has been promoted. അത് എന്ത് ടെൻസാന്ന് നമുക്ക് പറയാമെന്ന് കേട്ടോ. ഞാൻ ചോദിക്കുന്നില്ല, പിന്നെ കണ്ടുപിടിക്കട്ടെ. ഞാൻ വേറൊരു കാര്യം കൂടെ തന്നെ എടുക്കാം. വേറെ എടുക്കാൻ വേണ്ടി വന്ന, പക്ഷെ അത് ക്യാൻസൽ ചെയ്യാൻ വേറെ ഒന്ന് കേട്ടോ. ഒരു റിമൈൻഡർ പോലത്തെ സംഭവമാണ്. നമ്മള് സെന്റൻസ് സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ഞാൻ ഒന്നും കൂടെ എടുക്കാൻ പോവാണ്. സെന്റൻസിന് ഒരു സ്ട്രക്ചർ ഉണ്ട്.
ആ സ്ട്രക്ചർ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ അകത്ത് സെന്റൻസിനുള്ള സ്ട്രക്ചർ ആണിത്. ഹൂ, വാട്ട്, വേർ, വെൻ, ഹൗ, വൈ. ഇങ്ങനെ മാത്രമേ സെന്റൻസ് വരാവുള്ളൂ. ഇതിങ്ങനെ എഴുതുമ്പോഴാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റ് തിരുത്തപ്പെടുന്നത്. അതറിയോ? മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്യുമ്പോൾ ആദ്യ സ്ഥലമാണോ ടൈമാണോ നമ്മൾ അത് നമുക്ക് ഒരിക്കലും ശരിയാവില്ല. പക്ഷെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ അകത്ത് എപ്പോഴും പറയാൻ തൊട്ടാ ഹൂ ഓർ വാട്ട്, ഹൂ അല്ലെങ്കിൽ വാട്ട്, ഹൂ കഴിഞ്ഞാൽ പിന്നെ വാട്ട് എന്താണുള്ള വരും. ദ ബെസ്റ്റ് വാട്ട് റിട്ടേൺഡ്. അതിനുശേഷം എന്താ പറയണ്ടേ? പ്ലേസ്, വേർ, ടു ദ സ്റ്റേഷൻ. ബസ് റിട്ടേൺ ടു ദ സ്റ്റേഷൻ. വേർ, അത് കഴിഞ്ഞിട്ട് ടൈമ പറയാവുള്ളൂ. at 4 PM to drop off the passengers. അത് കഴിഞ്ഞിട്ട് why, അതിന് മുമ്പ് how. ഈ മെത്തേഡ് നമ്മൾ ശരിക്കും പഠിക്കുവാണെങ്കിൽ നമുക്ക് എത്ര വലിയ സെന്റൻസുകൾ ഉണ്ടാക്കാം. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സിമ്പിൾ സെന്റൻസിന്റെ മെത്തേഡാണ് കേട്ടോ. അപ്പോ ഒരു സെന്റൻസ് നമ്മൾ എഴുതുമ്പോ ആദ്യം ഹൂ, ആരാണത്, പിന്നെ എന്താണ് ചെയ്യണത്, പിന്നെ ഏത് സ്ഥലത്താണ് നടക്കുന്നത്, പിന്നെ എപ്പോഴാണ് നടക്കുന്നത്, പിന്നെ എങ്ങനെയാണ് നടക്കുന്നത്, പിന്നെ എന്തുകൊണ്ട് നടക്കണു. ഈ സംഭവം തിരിച്ചെഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വായിക്കുന്ന ആൾക്ക് അപ്പൊ തന്നെ അറിയാം ഈ കൊച്ചിന് സെന്റൻസ് സ്ട്രക്ചർ അറിയാമെന്നുള്ള വരും. ഒന്ന് നോക്കുന്നു. അപ്പോ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം പ്ലേസ് ആൻഡ് ടൈം. പ്ലേസ് ആൻഡ് ടൈം നമ്മൾ പറയാണ് ദ ബസ് റിട്ടേൺഡ് to the station to drop off the passengers. Why? Okay. The bus hit the tree. Who? The bus hit the tree with a great force. How? അപ്പൊ ഇത് ഇങ്ങനെ തന്നെ എല്ലാം വന്നോന്നില്ല. ചിലപ്പോ ഇതുണ്ടാവൂല, ചിലപ്പോ ഇതുണ്ടാവും. പക്ഷെ ഇതിന്റെ ഈ ഫോർമാറ്റ് ഇങ്ങനെയാണ്. എങ്ങനെയാണ് ഈ ആൻസറിന്റെ അകത്ത് വൈ ആണോ ഹൗ ആണോ ആദ്യം വന്നെന്ന് പറയണേ? സിമ്പിൾ മെത്തേഡാ. ചോദ്യം ചോദിക്കുക. The bus hit the tree. How the bus hit the tree? With a great force, അല്ലേ? നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുക. Why the bus hit the tree? With a great force. By the carelessness of driver. അപ്പോ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്യുന്നത് നമ്മൾ കംപ്ലീറ്റ് മാറ്റി കളഞ്ഞേക്കാണ്. നമ്മൾ ആദ്യം പ്ലേസ്, പിന്നെ ടൈം, വേർ ആൻഡ് വെൻ. ഇതിങ്ങനെ നമ്മൾ കാണാതെ പഠിച്ച് നടക്കാം കേട്ടോ. ഈ വെന്നിനെ തന്നെ കുറച്ചും കൂടി ഡിവൈഡ് വെച്ചിട്ടുണ്ട് നമ്മള്. നോക്കുക. ദ കോൺഫറൻസ് സ്റ്റാർട്ടഡ് വെൻ at 10 AM on Tuesday last week. അതിന്റെ മെത്തേഡ് ചോദിച്ചു നോക്കിയേ. ഏറ്റവും ചെറിയ പോയിന്റ് ആദ്യം വെച്ചാണ് 10 AM, പിന്നെ ഡേ, പിന്നെ വീക്ക്, പിന്നെ മന്ത്, പിന്നെ ഇയർ, പിന്നെ സെഞ്ചുറി. അതല്ലാണ്ട് തിരിച്ചു പോകരുത്. The conference started on Tuesday at 10 AM last week. ആ തെറ്റാണത്. കാരണം ട്യൂസ്ഡേക്ക് മുമ്പ് 10 AM വന്നേക്കും. ഇങ്ങനെ വരാൻ പാടില്ല. The conference started on Tuesday last week at 10 AM. തെറ്റാണത്. ഞാൻ പറഞ്ഞാൽ അത് അങ്ങനെയല്ല പറഞ്ഞത്, തിരിച്ച് തന്നെ പറഞ്ഞത്. ഏറ്റവും ചെറുത്, അതിന്റെ വലുത്, അതിന്റെ വലുത്, അതിന്റെ വലുത്, അങ്ങനെ പോകണം. ഒന്നുകൂടെ പറയുന്നത് കോൺഫറൻസ് സ്റ്റാർട്ടഡ് ഓൺ ട്യൂസ്ഡേ അറ്റ് 10 AM ലാസ്റ്റ് വീക്ക്. മലയാളത്തിന് ഇംഗ്ലീഷ് ബുള്ളിയാണ് ശരിയാണ് അല്ലേ? പക്ഷെ പറയാനേ പാടില്ല കേട്ടോ. സ്ഥലം നോക്കുക. സ്ഥലത്തിന് ഇതുപോലെ തന്നെ ഉണ്ട്. ദേ ലീവ് ഇൻ എ ഫ്ലാറ്റ് ഇൻ എ ബിഗ് സിറ്റി ഇൻ ഇന്ത്യ. നമുക്ക് ഇങ്ങനെ പറഞ്ഞു നോക്കാം. ദേ ലീവ് ഇൻ ഇന്ത്യ ഇൻ എ ഫ്ലാറ്റ് ഇൻ എ ബിഗ് സിറ്റി. റോങ്, തെറ്റാണത്. ഇൻ എ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ഫ്ലാറ്റ് ചെറുത്, അതിന്റെ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ദ ബിഗ് സിറ്റി, അതിന്റെ പുറത്ത് വരുമ്പോൾ ഇന്ത്യ, അതിന്റെ പുറത്ത് വരുമ്പോൾ ഏഷ്യ, അതിന്റെ പുറത്ത് വേൾഡ്. ദേ ലീവ് ഇൻ എ ബിഗ് സിറ്റി ഇൻ എ ഫ്ലാറ്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ തെറ്റാണത്. ദേ ലീവ് ഇൻ ഇന്ത്യ ഇൻ എ ഫ്ലാറ്റ് ഇൻ എ ബിഗ് സിറ്റി, തെറ്റാണത്. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുത്, അതിന്റെ വലുത്, അതിന്റെ വലുത്. അപ്പോ വേർ ആൻഡ് വെൻ, പ്ലേസ് ആൻഡ് ടൈം, ഇത് തന്നെ കൊടുത്തിരിക്കുന്ന സംഭവം. അത് പ്ലേസ് ആൻഡ് ടൈം ആണ് പറഞ്ഞത്. പ്ലേസ് ആദ്യം, അതിനുശേഷം ടൈം വരിക. ടൈമിന്റെ അകത്ത് വരാനുള്ളതിന് ഏറ്റവും ചെറുതോട്ട് വരിക, പ്ലേസിന്റെ അകത്ത് ഏറ്റവും ചെറുതോട്ട് വരിക കേട്ടോ.
Simple rules are the end of sentences, places goes before time, where before goes when. Basically പറഞ്ഞാ place goes before time. അപ്പോ place and time. Never put place and time between the object and the verb. നമ്മള് സാധനം ചെയ്യാറില്ല, പക്ഷെ അത് മലയാളത്തിൽ നമുക്ക് തർജ്ജമ ചെയ്യുമ്പോൾ വേറെ ലാംഗ്വേജ് തർജ്ജമ അങ്ങനെ വരാറുണ്ടല്ലേ. Simple use are time expressions go to the end of the sentence, place goes before time and where and when, or put the place in the verb. Okay. ഇതും വേറൊരു നമുക്ക് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, പ്ലേസ് ആൻഡ് ടൈം. ഹൗ ആൻഡ് വൈ അല്ലെ. ഹൗ ഹി പ്ലേസ് ഫുട്ബോൾ, അതിന്റെ ആൻസർ അവിടെ കൊടുക്കുക. അടുത്ത ആൻസർ എന്ന് പറഞ്ഞാൽ വൈ ഹി പ്ലേസ് ഫുട്ബോൾ അവിടെ കൊടുക്കുക. അപ്പൊ നമ്മുടെ സെന്റൻസ് നല്ല വലുപ്പത്തിൽ നല്ല നമ്മുടെ എല്ലാ ആൻസറും കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ ഇനി മുതൽ എല്ലാ ക്വസ്റ്റിനും നമ്മൾ സെന്റൻസിനെ ഉണ്ടാക്കുമ്പോ place at school every Monday, place and time. Place and time. അപ്പോ ഇനിയിപ്പോ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ എളുപ്പമല്ലേ. അതായത് നമ്മുടെ പ്രശ്നം കഴിഞ്ഞു. ഹൂ ഓർ വാട്ട്, കോൺഫറൻസ് സ്റ്റാർട്ടഡ്. ഓക്കെ, വേർ ആ സ്ഥലത്തിന്റെ പേര് പറയുക. ടൈം ആ ടൈം പറയുക. ഹൗ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുക. വൈ എന്തുകൊണ്ട്. ഇനി നമുക്ക് വലിയ സെൻസ് ഉണ്ടാക്കി നോക്കാം, ചുമ്മാ വെറുതെ ശരിയായാലും കുഴപ്പമില്ല. ദ കോൺഫറൻസ് സ്റ്റാർട്ടഡ് വേർ. ദ കോൺഫറൻസ് സ്റ്റാർട്ടഡ് ഇൻ എ ഫ്ലാറ്റ് ഇൻ എ ബിഗ് സിറ്റി ഇൻ ഇന്ത്യ. ടൈം പറയാണ് at 10 AM on Tuesday last week. പിന്നെ how with a great interest, then why to conclude the essay. കണ്ടോ നമ്മുടെ essay, നമ്മുടെ സെന്റൻസ് പോയ വലിപ്പം കണ്ടോ. അതായത് നമ്മൾ ആൻസർ ചെയ്തിരിക്കുന്നത് ഈ 1, 2 ഹൂ, വാട്ട്, വെയർ, വെൻ, ഹൗ, വൈ ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ ഡയറക്റ്റ് ആൻസർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെന്റൻസ് നല്ല വലുപ്പമായി മാറി. അപ്പോ ഞാൻ ഇത് ഇപ്പൊ തന്നെ ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യാം. ആ ലിങ്ക് സിമിയുടെ ഇല്ലേ? സിമിയുടെ ഇമെയിലൊന്ന് ടെക്സ്റ്റ് ചെയ്യാം. അപ്പൊ തന്നെ ആ ലിങ്ക് അയച്ചേക്കാം. അതിലെ ഫേസ്ബുക്കിലേതാ? അപ്പോ ഞാനപ്പോ ഇന്ന് ഞാൻ ഇപ്പൊ എടുത്തതെല്ലാം കൂടി ഇപ്പൊ തന്നെ ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്തേ കേട്ടോ. എനിക്ക് അതിന്റെ മെയിൽ ഐ ഡി എനിക്ക് അയക്കാവോ? അങ്ങനെ എനിക്ക് ഇപ്പൊ തന്നെ എല്ലാം ഒറ്റ ഇരിപ്പം ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്റെ മെയിലിൽ പോയി സെർച്ച് ചെയ്താൽ ഒരു ടെസ്റ്റ് അയച്ചാൽ മതി. എന്താ നൈബിയുടെ മെയിൽ ഐ ഡി ടെസ്റ്റ് അയക്കാം. അങ്ങനെയാണ് ഞാൻ ആ യൂട്യൂബിന്റെ ലിങ്ക് കൂടെ അയച്ചേക്കായിരുന്നു കേട്ടാ. എല്ലാവരും അയക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ഞാനത് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തേക്കായിരുന്നു. അയച്ചു എനിക്ക് ആ ലിങ്ക്. കാരണം ഇത് പുതിയ യൂട്യൂബിന്റെ ലിങ്കാണ്. അത് ആ ലിങ്ക് ആരുടെ ഇങ്ങനെ ഉണ്ടാവില്ല. കാരണം പറഞ്ഞാൽ ഞാനിത് പഴയതിന്റെ പാസ്വേഡ് മറന്നുപോയി.